ഹായ് ഓൾ. പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു എസ്സേ ആണ് വാട്ട് ഈസ് ദി അപ്പീൽ ഓഫ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ബൈ ഗവിൻ ഹോൾമാൻ. സോ നമുക്ക് ആ എസ്സേ എന്താണ് പറയുന്നതെന്നുള്ളത് മെയിൻ പോയിൻറ്സും സബ് പോയിൻറ്സും ആയിട്ടൊന്ന് നോക്കി പോകാൻ സമ്മറി. ആദ്യം പറയുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഒരു പോപ്പുലാരിറ്റിയുടെ കേസാണ്. എന്തുകൊണ്ട് വൈ ഈസ് ഇറ്റ് സോ മച്ച് പോപ്പുലർ ദാൻ മെനി അതർ ജോണേഴ്സ് ഇൻ ലിറ്ററേച്ചർ? Detective fiction is a highly popular form of modern English literature. It falls under the broader genre of thrillers but stands apart due to its distinctive focus on logic and problem solving. സോ ആദ്യം പറയുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ റീഡേഴ്സ് ഉള്ള ഒരു കൈൻഡ് ഓഫ് ഫിക്ഷനാണ്. എല്ലാവർക്കും ലിറ്ററേച്ചറിനകത്ത് വായിക്കാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. ശരിക്കും ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വരുന്നതും ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിനകത്താണ് വരുന്നത്. ത്രില്ലറിൻ്റെ അകത്തൊരു സബ്ബായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വരുന്നത്. പക്ഷേ ഇതിന് കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനെ മാത്രമായിട്ട് യുണീക്കാക്കി വെക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്ക്. എന്ത് കാര്യം ഡിറ്റക്റ്റീവ് കഥകൾക്കകത്ത് നടന്നു കഴിഞ്ഞാലും അതിനകത്തൊരു ലോജിക്ക് ഉണ്ടാകും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. പിന്നെ പ്രോബ്ലം സോൾവിങ്. ഡിറ്റക്റ്റീവ് സിനിമകളെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല, ബുക്സ് വായിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ നമ്മൾ കാണുന്ന ഡിറ്റക്റ്റീവ് സിനിമയ്ക്കകത്തെല്ലാം ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതായിരിക്കും അതിൻ്റെ കഥയായിട്ട് വരിക. സോ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു കാര്യവും കൂടി വെച്ചിട്ടാണ് ഇത്രയും പോപ്പുലറായിട്ട് നിൽക്കാനുള്ളൊരു കാര്യം. ഇനി ബാക്കി ത്രില്ലർ ജോണേഴ്സും ആയിട്ട് ഡിറ്റക്റ്റീവ് ഫിക്ഷനുള്ള ഒരു വ്യത്യാസം എന്താണ്? അതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്തിനാണ് സറൗണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻറ്റേഴ്സ് അറൗണ്ട് സോൾവിങ് എ മിസ്റ്ററി യൂസിങ് ക്ലൂസ്, ഡിഡക്ഷൻ ആൻഡ് റീസണിങ്. സോ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതാണ്. ഒരു മിസ്റ്ററി, എന്തോ ഒരു അറിയാത്തൊരു കാര്യം, ഒരു പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാണ്ട് പോയ എന്തെങ്കിലും ഒരു കാര്യം നടന്നതാവട്ടെ. എല്ലാ സമയത്തും അതൊരു മർഡർ തന്നെ ആവണം എന്നില്ല. ഒരു മോഷണം പോയൊരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരാളെ കാണുവാനില്ല, അയാൾ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യമാവാം. ഇതെല്ലാം ഡിറ്റക്റ്റീവ് ഫിക്ഷനകത്ത് വരുന്നതാണ്. 3 കാര്യങ്ങളുടെ കാര്യം പറഞ്ഞു. ഒന്ന് ക്ലൂസ്. ഒന്നുകിൽ ഒരു സീരിയൽ കില്ലർ ആവട്ടെ, അല്ലെങ്കിൽ മോഷ്ടാവാകട്ടെ, ആരെങ്കിലും ഇട്ടിട്ട് പോകുന്ന കുറച്ച് ക്ലൂസ് അവർ ഡെലിബറേറ്റ്ലി ചെയ്യുന്നതായിരിക്കില്ല. അവരുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് പറ്റിപ്പോയ ചില കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ചെയ്യുന്ന ഡിഡക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നതിനാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു നനവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ വെള്ളം വീണിട്ടുണ്ട് എന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിനാണ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഡിഡക്ഷൻ യൂസ് ചെയ്തിട്ട് പിന്നെ റീസണിങ്. ലോജിക്കലി ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുന്നതിനാണ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഉപയോഗിച്ച് ക്ലൂസും ഡിഡക്ഷനും റീസണിങ്ങും വെച്ചിട്ട് നമ്മളൊരു മിസ്റ്ററി സോൾവ് ചെയ്യുന്നതിനാണ് ഡിറ്റക്റ്റീവ് ഫിക്ഷനകത്ത് വരുന്നത്. ഇനി ക്രൈം ഫിക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസസ് മോർ ഓൺ ദി ക്രിമിനൽ ആൻഡ് ദി ആക്ട് ഓഫ് ക്രൈം. ഒരാളൊരു തെറ്റ് ചെയ്ത് എന്തൊരു ക്രിമിനൽ കേസ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യുന്ന കഥകളാണ് ക്രൈം ഫിക്ഷനായിട്ട് വരിക. മിസ്റ്ററി സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ലീവ് ദ മിസ്റ്ററി അൺറിസോൾവ് ഓർ യൂസ് ഡ്രമാറ്റിക് റെവലേഷൻസ്. ഇനി മിസ്റ്ററി സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്റ്ററി ആയിട്ടിരിക്കുന്ന ഒരു കഥ, നമുക്കറിയാത്ത ഒരു കാര്യം, അത് അൺറിസോൾവ്ഡ് ആയിട്ടിരിക്കുന്നതിന് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള റെവലേഷൻസ്. നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയത്തില്ലേ, ട്വിസ്റ്റിനാണ് ഡ്രമാറ്റിക് റെവലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ അടപാടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു രീതിയിൽ കഥ കൊണ്ടുപോകുന്നതിനാണ് മിസ്റ്ററി സ്റ്റോറീസ് എന്ന് പറയുക. ഇനി ത്രില്ലേഴ്സ് ഉണ്ട്. ത്രില്ലേഴ്സിനകത്ത് വരുന്നത് എംഫസൈസ് ആക്ഷൻ, അൺസ്റ്റേബിൾ സിറ്റുവേഷൻസ് ഓർ പൊളിറ്റിക്കൽ ഓർ മിലിറ്ററി കോൺഫ്ലിക്റ്റ്. ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ത്രില്ലർ വർക്ക്സിനകത്ത് വരുന്നത് ആക്ഷനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ അടിയാവട്ടെ, ചേസിങ് സീനാവട്ടെ, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത്. സിറ്റുവേഷൻസ് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. ഒരു അവസരത്തിൽ പോലും സ്റ്റേബിളായിട്ട് പോകത്തില്ല, എപ്പോഴും അടിപിടി നടന്നുകൊണ്ടേയിരിക്കും. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് വരെ പട്ടാളക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഇടപെടുന്ന രീതിയിൽ വരും. 4 ടൈപ്പ് സംഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്: ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, ക്രൈം ഫിക്ഷൻ, മിസ്റ്ററി സ്റ്റോറീസ്, ത്രില്ലേഴ്സ്. ഇത് 1 ലൈനിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ കീ ഫീച്ചേഴ്സ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മെയിൻ ക്രൈം ഓർ മിസ്റ്ററി ഓഫൻ ഇൻവോൾവ്സ് മർഡർ, തെഫ്റ്റ് ഓർ എ കോംപ്ലക്സ് കേസ് വിത്ത് ഹിഡൻ എലമെൻറ്റ്സ്. ഇനി എന്താണ് ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലോട്ട് തന്നെയാണ്. ആ പ്ലോട്ടിനകത്ത് എപ്പോഴും എന്തൊക്കെ വരാം? ഒരു മർഡർ, ഒരു കൊലപാതകം സംഭവിക്കാം, ഒരു തെഫ്റ്റ്, ഒരു മോഷണം സംഭവിക്കാം, ഒരു കോംപ്ലക്സ് കേസ്. ഇതൊന്നും അല്ലാണ്ട് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ആൾമാറാട്ടമാവട്ടെ, ഒരു ഹിസ്റ്ററിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ പോകുന്നതാവട്ടെ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഹിഡൻ എലമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. ദ ഡിറ്റക്റ്റീവ്. ഇനി ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരിക്കും. കഥയ്ക്ക് പ്ലോട്ട് ഉള്ളതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഡിറ്റക്റ്റീവ്, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റാന്വേഷകൻ അല്ലെങ്കിൽ അന്വേഷകൻ എന്ന് പറയുന്ന ആൾ.
അപ്പോൾ ഒരു കുറ്റം അന്വേഷിക്കാൻ പോകുന്ന ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ഒബ്സർവൻ്റ് ആയിരിക്കണം. ചുറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്ത് എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ആ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുന്ന ആളായിരിക്കണം. ആൻഡ് മെത്തോഡിക്കൽ ക്യാരക്ടർ ഹു ലീഡ്സ് ദി ഇൻവെസ്റ്റിഗേഷൻ. ഇയാൾ മെത്തഡിക്കലായിരിക്കണം, ആവശ്യത്തിന് വേണ്ട മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റണം. ചില സമയത്ത് നമ്മൾ ഈ മഫ്തിയിൽ പോകുക എന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരോട് ഒന്നോ രണ്ടോ നുണ പറഞ്ഞിട്ട് അവരെ കൊണ്ട് സത്യം പറയിക്കേണ്ടി വരും. ഇങ്ങനെ എന്താണോ ആവശ്യം, കേസിന് എന്താണോ ആവശ്യം, അത് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെവല് ഇൻ്റലിജൻ്റ് ആയിരിക്കണം, ഒബ്സർവൻ്റ് ആയിരിക്കണം, മെത്തോഡിക്കൽ ക്യാരക്ടർ ആയിരിക്കണം. സോ ഇപ്പോൾ ആ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മൾ പല ഡിറ്റക്റ്റീവ്സിനെയും, ഇനി പോകെ പറയാം, പല ഡിറ്റക്റ്റീവ്സിനെയും കണ്ടിട്ടുണ്ടാവും, പല സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മലയാളത്തിൽ തന്നെ CBI അതിലേക്ക് വരുന്ന ഡിറ്റക്റ്റീവ്സിൻ്റെ ആ ഒരു രീതി ആലോചിച്ചാൽ മതി. അവർ എല്ലാവരും നോക്കിയിട്ട് എനിക്ക് അന്നേ മനസ്സിലായിരുന്നു, അന്നേ സംശയം തോന്നിയിരുന്നു എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ദെൻ ദ അസിസ്റ്റൻറ്റ്. ഇനി എല്ലാ കഥകളിലും, സിനിമകളാവട്ടെ ബുക്സിലാവട്ടെ, ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. അയാൾ എന്താണെന്ന് ചോദിച്ചാൽ റെപ്രസെൻറ്റ് ദി ആവറേജ് റീഡർ. നമ്മളെപ്പോലെ വായിക്കാനിരിക്കുന്ന ഒരാളിനെയാണ് ശരിക്കും ഈ ഒരു അസിസ്റ്റൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹെൽപ്പിംഗ് ടു എക്സ്പ്ലെയിൻ ദി കേസ് ആൻഡ് ഫോളോ ദി ലോജിക്. അപ്പോൾ എപ്പോഴും ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിനായിട്ടുള്ള ഡിറ്റക്റ്റീവ് ഒരു കാര്യം കണ്ടുപിടിക്കും. ഇനി അത് നമ്മൾ റീഡേഴ്സിന് പറഞ്ഞു തരണമല്ലോ, ഡയറക്റ്റായിട്ട് വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. മൂവിയിലാണെങ്കിൽ ഒരു ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിനുള്ളൊരു ചാൻസ് ഉണ്ട്, പക്ഷേ ബുക്സിൽ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യം റീഡേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന പോലെ പറഞ്ഞു തരാനുള്ള ഒരാളാണ് ഈ അസിസ്റ്റൻ്റായിട്ട് വരുന്നത്. ചില സമയത്ത് അസിസ്റ്റൻറ്റും ആ ഒരു കേസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷെർലക് ഹോംസിനെ നോക്കുവാണെങ്കിൽ ഡോക്ടർ ജോൺ വാട്സൺ ഷെർലക് ഹോംസിനെ പോലെ കൂടെ നിന്ന് കേസ് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. ഇനി CBIയിൽ നോക്കുവാണെങ്കിൽ സേതുരാമയ്യർ ക്യാരക്ടറിൻ്റെ കൂടെ മുകേഷ് ചെയ്യുന്നൊരു ക്യാരക്ടറുണ്ട്. അതെല്ലാം നമ്മളൊരു ആവറേജ് റീഡറിന് എങ്ങനെ കഥ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും CBI മൂവി തന്നെ ഈശോ എങ്ങനെ മോശമായി എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓഡിയൻസിന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അസിസ്റ്റൻറ്റിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതൊക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ക്ലൂസ്. എല്ലാത്തിനും ഓരോ ക്ലൂകളുണ്ടായിരിക്കും. ഇൻക്ലൂഡ് ബോത്ത് മെറ്റീരിയൽ ക്ലൂസ് ലൈക്ക് ഫുട് പ്രിൻറ്റ്സ്, ഒബ്ജക്ട്സ്, ഫിസിക്കൽ എവിഡൻസ് ആൻഡ് ഇമ്മെറ്റീരിയൽ ക്ലൂസ്, മോട്ടീവ്സ്, ആലിബൈസ്. ക്ലൂസ് 2 തരത്തിലുണ്ട്. ഒന്ന് മെറ്റീരിയൽ ക്ലൂസ്, നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ്, മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ ഫുട് പ്രിൻറ്റ്സ്, ഒരാളുടെ കാൽപ്പാട് അവിടെ ഉണ്ടാവുന്നത്. ഒബ്ജക്ട്സ്, എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ തട്ടിയിട്ടിട്ട് പോകുന്നത്, ഉപേക്ഷിച്ചിട്ട് പോകുന്നതായ വസ്തുക്കൾ. ദെൻ ഫിസിക്കൽ എവിഡൻസ്, ഒരു സ്ഥലത്തു നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ബുക്സിനേക്കാൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന മൂവീസ് ആയിരിക്കും. മെമ്മറീസ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫുട് പ്രിൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇന്നൊരു ബൂട്ടാണ്, അതുകൊണ്ട് അയാൾക്ക് ഒരു ഭാഗത്ത് വെയിറ്റ് കൂടുതലാണ്, കാല് വയ്യാത്തൊരു മനുഷ്യനാണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഒബ്ജക്ട്സ്, ചില സമയത്ത് ഇന്നൊരു സാധനം യൂസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്ന ആളാണ്, ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്ന ആളാണ്. അഞ്ചാം പാതിര എന്ന് പറയുന്നൊരു മൂവിക്കകത്താണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന എന്തോ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫിസിക്കൽ എവിഡൻസസ്, മേ ബി ഇവർ നടന്നു പോകുന്ന വഴിക്ക് ഇവർ ഡ്രസ്സ് ഒന്ന് തുന്നിപ്പോവുക, എവിടെയെങ്കിലും പറ്റിപ്പോവുക, അങ്ങനെ എന്തൊക്കെ വരുന്ന കാര്യങ്ങളും ഫിസിക്കൽ എവിഡൻസസ് ആയിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഇനി വരുന്നതാണ് ഇമ്മെറ്റീരിയൽ ക്ലൂസ്. ഇത് മോട്ടീവ്സ് ആണ്. സോ ഇപ്പോൾ ഒരാളുമായിട്ട് പബ്ലിക്കലി വഴക്കുണ്ടാക്കുന്ന ഒരാൾ പിറ്റേന്ന് അയാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമുക്ക് ഡൗട്ട് തോന്നുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വഴക്കുണ്ടാക്കിയ ആളായിരിക്കും. കാരണം അയാൾക്ക് മോട്ടീവ് ഉണ്ട്, അയാളെ പരസ്യമായിട്ട് നാണം കെടുത്തി അതുകൊണ്ട് കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നൊരു സംഭവമാണ്. പിന്നെ ആലിബൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എവിടെയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് ആലിബൈസ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡിറ്റക്റ്റീവാണ്, എനിക്ക് സംശയം തോന്നുന്ന ഒരാൾ അയാളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന ദിവസം ഇന്ന ഒരു വ്യക്തിയുടെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന ആ വ്യക്തി വന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്നും നമ്മുടെ സംശയദൃഷ്ടിയിൽ നിന്നും മാറും. സോ അതാണ് ക്ലൂസ്. ദെൻ വി ഹാവ് നറേറ്റീവ് സ്ട്രക്ചർ. ദ സ്റ്റോറി അൺഫോൾഡ്സ് ആസ് എ പസിൽ ടു ബി സോൾവ്ഡ്, കീപ്പിംഗ് ദ റീഡർ ആക്റ്റീവ്ലി എൻഗേജ്ഡ്. ഇതിൻ്റെ ഒരു നറേറ്റീവ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഥ പോകുന്നതിനനുസരിച്ച് തന്നെ ആദ്യം നമ്മളൊരു ക്രൈം കാണുന്നു അല്ലെങ്കിൽ ഒരു പ്രശ്നം കാണുന്നു, അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാണത് കണ്ടുപിടിച്ച് പോകുന്നത്. സോ ഇപ്പോൾ മെമ്മറീസ് എന്ന് പറയുന്ന മൂവി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്രൈം നടക്കുന്നുണ്ട്, സീരിയൽ കില്ലിങ് നടക്കുന്നുണ്ട്, പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന പോലീസുകാരൻ അവിടെ വരുന്നുണ്ട്. അതൊരു പസിൽ പോലെ മുറുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ അയാളുടെ അടുത്തെത്തുന്നു, പിന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അത്രയും നമ്മൾ ആക്റ്റീവ്ലി എൻഗേജ്ഡ് ആവുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആരാ അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളും
അങ്ങനെ നോക്കിയിരുന്ന് പോകുന്നൊരവസ്ഥയാണ്. അതാണ് ഒരു നരേറ്റീവ് സ്ട്രക്ചർ. വളരെ നല്ലൊരു കഥ എടുത്ത് വെച്ചിട്ട് ബോറിംഗ് ആയിട്ട് എടുത്ത് വെക്കുന്നതാണെങ്കിൽ അത് അതിനേക്കാളും വളരെ വേഗമായിട്ട് പോകും. ഇനി രാക്ഷസൻ എന്ന് പറയുന്ന തമിഴ് സിനിമ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ഇതുപോലെ തന്നെയാണ്. ആരാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവസാനം വരെ അതിൻ്റെ നരേറ്റീവ് സ്ട്രക്ചറിൽ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് അത്രയും ആക്റ്റീവ്ലി നമ്മളത് കണ്ടിരുന്നു പോകും. ഇനി റീഡർ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻ്റലക്ച്വൽ ചാലഞ്ച്. റീഡറിന് എങ്ങനെയാണ്, സോ ഇതും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ, ഹൗ ഡു ദി ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഗീവ് എൻഗേജ്മെൻറ്റ് ടു ദ റീഡേഴ്സ് എന്ന് ചോദിക്കാം. ബിക്കോസ് ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. റീഡേഴ്സ് ട്രൈ ടു സോൾവ് ദ കേസ് ബിഫോർ ദ ഡിറ്റക്റ്റീവ് ഡസ്. നമ്മുടെയൊക്കെ ഒരു സ്ഥായി സ്വഭാവമാണ്. ഒരു കേസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമയിൽ തന്നെ നമുക്ക് എഗെയിൻ എടുക്കാം. കഥ തുടങ്ങുമ്പോഴേ നമ്മൾ ഇയാളായിരിക്കും, അയാളായിരിക്കും, ഒന്നും അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നവനാണ് ഇത് ചെയ്തത്, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കുറേ രീതിയിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതിലൂടെ നമുക്കൊരു ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കിട്ടും. Then we have satisfaction. Even if they don't solve it, the logical and fair resolution proves closure. ഇനി നമ്മളെ കൊണ്ടത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ തുടങ്ങുമ്പോഴേ ഇയാളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവസാനം എത്തുമ്പോൾ അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അയാളൊരു പാവം പിടിച്ചൊരു മനുഷ്യനായിരിക്കും, അയാളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും മറ്റൊരാളെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ അതിൻ്റെ ഒരു ലോജിക്കലി ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളൊരു ബാക്ക് സ്റ്റോറി കിട്ടുമ്പോഴേക്കും നമുക്കൊരു ക്ലോഷർ കിട്ടും, ഒരു സമാധാനം കിട്ടും. എഗെയിൻ മെമ്മറീസ് മൂവിയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ നമുക്കൊന്നൊരു ക്ലൂ ഇല്ല ഇത് ആരായിരിക്കും ചെയ്തതെന്ന്. പക്ഷെ അവസാനം കഥ എത്തുമ്പോഴത്തേക്കും ഓക്കെ അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു കഥയുണ്ട്, നമുക്കങ്ങനെ ഒരു ക്ലോഷർ കിട്ടും. അതിലൂടെ റീഡേഴ്സിനൊരു സാറ്റിസ്ഫാക്ഷനും പ്രൊവൈഡ് ചെയ്യും. ദെൻ ചാലഞ്ച് ആൻഡ് റേഷ്യോസിനേഷൻ. റീഡേഴ്സ് എൻജോയ് സോർട്ടിങ് ക്ലൂസ്, എലിമിനേറ്റിംഗ് റെഡ് ഹെറിങ്സ് ആൻഡ് എൻഗേജിങ് ഇൻ മെൻ്റൽ ഡിഡക്ഷൻ. ഇതിനകത്ത് പറയാം, നമുക്ക് ഈ ക്ലൂസൊക്കെ കണ്ടുപിടിക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഇപ്പോൾ ഒരു കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഇവരെന്താ ഇതിനെ തന്നെ സൂം ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ അയാളെന്താ വീണ്ടും വരുന്നത്, അയാളെന്താ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ആൻഡ് എലിമിനേറ്റിംഗ് റെഡ് ഹെറിങ്സ്. റെഡ് ഹെറിങ് എന്ന് പറയുന്നത് ഒരാളെ കയ്യോട് പിടിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യും. ആദ്യമേ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുന്ന കാണുമ്പോഴേ നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ട് നമുക്ക് ശീലമായതുകൊണ്ട് അറിയാം ഇയാളല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്യും. ആദ്യം ഇയാളാണിത് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് പറയും ഇയാളല്ല ഇത് ചെയ്തത്. ആൻഡ് എൻഗേജിങ് ഇൻ മെൻ്റൽ ഡിഡക്ഷൻ. നമ്മൾ ഫുൾ മൈൻഡ് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും റീഡേഴ്സ് എന്നുള്ള നിലയ്ക്ക്. അൺസർട്ടനിറ്റി ആൻഡ് സസ്പെൻസ്. മച്ച് ഓഫ് ദ ടെൻഷൻ അറൈസ് ഫ്രം നോട്ട് നോയിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ക്രിമിനൽ. സോ ഇനി നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ വായിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ആരാണ് ക്രിമിനൽ എന്ന് നമുക്കറിയില്ല. ഇനി ചില സന്ദർഭങ്ങളിൽ ഇന്ന ദിവസം ഒരു കൊലപാതകം നടക്കും എന്ന് നമുക്കറിയാം, പക്ഷെ ഇത് ആര് കൊല്ലും. ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള സിനിമയുണ്ട്. അതിനകത്തും ഇന്ന ദിവസം ഒരു കൊലപാതകം നടക്കും, ABCD എന്ന് പറയുന്ന ഒരു പ്രൊപ്പോഷനിലാണ് പോകുന്നത്. അപ്പോൾ ആരാണ് ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ അത് ഭയങ്കര ടെൻഷനാണ്. അവസാനത്തെ ആ ഒരു സീനിലൊക്കെ ഈ മോളെ കൊല്ലുവോ പ്രിയാമണിയെ കൊല്ലുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടെൻഷനിലാണ് കഥ പോകുന്നത്. സോ ആ ഒരു ടെൻഷൻ്റെ എവിടെ നിന്നാണ് ആ ടെൻഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർഡററിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ക്രിമിനലിൻ്റെ ഐഡൻറ്റിറ്റി അറിയാത്തടത്ത് നിന്നുമാണ്. ദെൻ കോട്ടിങ് ജൂലിയൻ സൈമൺസ്. സസ്പെൻസ് ഈസ് സസ്റ്റെയിൻഡ് ബൈ ക്യാരക്ടേഴ്സ് വിത്ത് ഹോൾഡിങ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ. ഇനി സസ്പെൻസ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലിയൻ സൈമൺസ് എന്ന് പറയുന്ന വേറൊരു ഓതർ പുള്ളിക്കാരൻ പറയുന്നത് ക്യാരക്ടേഴ്സിന് ചില കാര്യങ്ങൾ അവർക്ക് അറിയുമായിരിക്കും, എന്നാലും അവരത് പറയത്തില്ല. അതിലൂടെയാണ് കുറച്ചും കൂടി ഒരു ടെൻഷൻ ബിൽഡപ്പ് ആവുന്നത്. ഓക്കെ, ഒരു ക്യാരക്ടറിന് അറിയായിരിക്കും ഇത് കൊന്നതാരാന്നോ അല്ലെങ്കിൽ അതിലോട്ട് എത്തിക്കുന്നത് ആരാണോ എന്നൊക്കെ അറിയുമായിരിക്കും, പക്ഷെ അവർ പറയത്തില്ല. ഇപ്പോൾ ദൃശ്യം മൂവി എടുക്കുവാണെങ്കിൽ അതിനകത്ത് രണ്ടുപേർക്ക് അറിയാം ഇവർ കൊന്നതാരാന്നറിയാം, പക്ഷേ മോഹൻലാലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് കുഴിച്ചിട്ട കാര്യം അല്ലെങ്കിൽ അവിടെ നിന്നെടുത്ത് മാറ്റിയ കാര്യം അറിയുന്നത്. അപ്പോൾ ഈ അറിയുന്ന ആൾക്കാരിത് പറയുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ടെൻഷൻ വരുന്നത്. സോ അതാണ് ജൂലിയൻ സൈമൺസ് പറയുന്നത്. ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിന് അറിയുമായിരുന്ന ഇൻഫർമേഷൻ അവർ പുറത്ത് പറയാതിരിക്കുന്നതാണ്. ദെൻ വി ഹാവ് യൂസ് ഓഫ് ക്ലൂസ് ഇൻ ഡിഡക്ഷൻ. ഇനി ക്ലൂസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ക്ലൂസ് ഉണ്ട്. ഒരിക്കൽ പറഞ്ഞു തന്നാൽ ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്. ഫുട് പ്രിൻറ്റ്സ്, മാച്ച് ബോക്സസ് ഓർ വെപ്പൺസ്.
ഇത് ഷെർലക് ഹോംസ് സ്റ്റോറീസിലാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. ഫുട് പ്രിൻറ്റ്സ് നോക്കുക, മാച്ച് ബോക്സസ് അല്ലെങ്കിൽ വെപ്പൺസ്, ഇതെല്ലാം അവിടെ ഇരുന്ന സാധനം ഇങ്ങനെ ഇവിടെ എത്തി, ഇതിവിടെയാണല്ലോ വെച്ചിട്ട് പോയത്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഒരു ഡിറ്റക്ഷൻ ഇതാണ്. ടാൻജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റുന്നതാണ്. തിങ്സ് വിച്ച് ആർ ടച്ചബിൾ അല്ലെങ്കിൽ നമുക്ക് തൊടാൻ പറ്റുന്നതിനാണ് ടാൻജിബിൾ എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഇമ്മെറ്റീരിയൽ ക്ലൂസ്, നോൺ ഫിസിക്കൽ എവിഡൻസസ് സച്ച് എസ് മോട്ടീവ്സ്, ടൈം ലൈൻസ് ഓർ ഇമോഷണൽ റിയാക്ഷൻസ്. സോ ഇതിൽ മോട്ടീവ്സ്, എന്തുകൊണ്ടത് ചെയ്തു, ഇയാളത് ചെയ്യാൻ സാധ്യതയുണ്ട്, മേ ബി തൊട്ടടുത്ത വർഷങ്ങളിലായിരിക്കില്ല, വളരെ ചൈൽഡ്ഹുഡിലുള്ളൊരു ട്രോമ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ദെൻ ടൈം ലൈൻസ്, ഇയാൾ അവിടെ പോയിരുന്നല്ലോ. സോ ഈ ഇര എന്നാണ് തോന്നുന്നു ആ മൂവിയുടെ പേര്, ഒരേ മൊബൈൽ ടവറിൽ വന്നു, അതൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ടൈം ലൈൻ. ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്നൊരു ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു സസ്പെൻസ് കൊണ്ടുവരുന്നൊരു കാര്യമാണ്. നമ്മൾ ഓക്കെ മേ ബി ഇയാളായിരിക്കാം ചെയ്തത് എന്നൊരു കാര്യമൊക്കെ വരുന്നത്. ഓർ ഇമോഷണൽ റിയാക്ഷൻസ്, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ കരയുക അല്ലെങ്കിൽ അവരുടെ ഫേസ് എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇതെല്ലാം ഒരു ക്ലൂ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ദെൻ മോഡേൺ ഡിറ്റക്ഷൻ ബ്ലെൻഡ്സ് ട്രഡീഷണൽ ക്ലൂസ് വിത്ത് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് ആൻഡ് ഫോറൻസിക് സയൻസ്. ഇതിനകത്ത് വരുന്നത് പണ്ട് മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒപ്പം സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് കൂടി വരും. അയാളുടെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മെൻ്റലി ഈ ഒരു പ്രശ്നമുള്ള ആൾ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഫോറൻസിക് സയൻസ്, ഫിംഗർ പ്രിൻറ്റ്സ് എടുക്കുക, DNA വെച്ച് നോക്കുക, അങ്ങനെ വരുന്ന കാര്യങ്ങൾ. ഫോറൻസിക് എന്ന് പറയുന്ന മൂവിക്കകത്ത് കൂടുതലും ഫോറൻസിക് പരമായിട്ടുള്ള രീതിയിലാണ് കേസ് കണ്ടുപിടിച്ച് പോകുന്നത്. ദെൻ ഫെയർനെസ് ടു റീഡർ, ഓവർ യൂസ് ഓർ മാനിപ്പുലേഷൻ ഓഫ് ക്ലൂസ് ക്യാൻ ബി ഫ്രസ്ട്രേറ്റിംഗ്, ക്ലൂസ് ഷുഡ് ബി സട്ടിൽ ബട്ട് പ്രസൻറ്റ്. സോ ഇത് റീഡറിന് ഒരു പ്രശ്നം തോന്നുന്നത്, ട്വിസ്റ്റ് വന്നിട്ട് എല്ലാം ട്വിസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ബോറടിക്കും. അത് പാടില്ല. ഒരു എന്താ പറയുക, ഒരു നോർമൽ റേറ്റിൽ ക്ലൂസ് വന്നു കഴിഞ്ഞാൽ സട്ടിലായിട്ട് പോകണം, അല്ലാണ്ട് ഈ ഒരു ക്ലൂ കാണിക്കാൻ വേണ്ടിയിട്ട്, ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കഥ എടുക്കാൻ പാടില്ല. സൈക്കോളജിക്കൽ അപ്പീൽ നോക്കാം. ചൈൽഡ്ഹുഡ് കണക്ഷൻ, ദ മിസ്റ്ററി സോൾവിങ് പ്രോസസ് മേ ഇക്കോ ചൈൽഡ്ഹുഡ് ക്യൂരിയോസിറ്റി ആൻഡ് അൺറിസോൾവ്ഡ് ഫീലിങ്സ്. സോ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, അതെന്തുകൊണ്ടാണെന്നൊക്കെ അറിയാനുള്ള അത്രയും ഒരു ആവേശം ഉണ്ടായിരിക്കും. ഇതും നമുക്ക് ഡിറ്റക്റ്റീവ് ഫിക്ഷനോടുള്ള ഒരു സ്നേഹം കൂടാൻ അല്ലെങ്കിൽ ഒരു താല്പര്യം കൂടാനൊരു റീസണായിട്ട് വരുന്നുണ്ട്. റീഡേഴ്സ് ഡ്യുവൽ ഐഡൻറ്റിഫിക്കേഷൻ, റീഡേഴ്സ് മേ സബ്കോൺഷ്യലി റിലേറ്റ് ടു ബോത്ത് ദ ഡിറ്റക്റ്റീവ് ആൻഡ് ദ ക്രിമിനൽ. ചില കേസിൽ നമുക്ക് ഡിറ്റക്റ്റീവിൻ്റെ കൂടെയും നിൽക്കാൻ തോന്നും, കാരണം കേസ് റിസോൾവ് ചെയ്യണം തോന്നും. ക്രിമിനലിൻ്റെ ബാക്ക് സ്റ്റോറി കേട്ടിട്ട് അയാളുടെയോടും ഒന്നൊരു സഹതാപം തോന്നും. അപ്പോൾ അയാൾ എല്ലാവരും വളരെ നീചമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ അയാളുടെ കഥ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പാവം തോന്നുക, അല്ലെങ്കിൽ ഒരു സിമ്പതി തോന്നുക. സോ നമ്മൾ രണ്ട് പേരുമായിട്ടും ഇത് തോന്നും, ആ ഒരു സിമ്പതൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അവരാണെന്നൊരു റിലേറ്റബിലിറ്റി തോന്നും. ചില ഇതിൽ നമുക്ക് ക്രിമിനലിൻ്റെ കഥ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ അയാൾക്ക് ഇത് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ന് തോന്നുന്ന ആ ഒരു സാധനം. This may involve psychological themes like inferiority, superiority or moral conflict. ഇതിന് കാര്യം എന്ന് പറയുന്നത് ഇൻഫീരിയോറിറ്റി. മേ ബി നമുക്ക് കുഞ്ഞിലെ ഒരുപാട് ബുള്ളിങ് ഒക്കെ നേരിട്ട ആൾക്കാരാണെങ്കിൽ, രാക്ഷസനിലെ വില്ലന് ബുള്ളിങ് നേരിടുമ്പോഴത്തേക്കും കണ്ടോ അയാളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തിയിട്ടാണ് അയാളുടെ മൈൻഡ് ഇങ്ങനെ ആയത് എന്ന് തോന്നുന്ന ഒരു കാര്യം. പിന്നെ അഞ്ചാം പാതിരി നോക്കുവാണെങ്കിൽ ആ വില്ലൻ്റെയും ബാക്ക് സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു പാവം തോന്നുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഇൻഫീരിയോറിറ്റി ആവാം, ഇനി സുപ്പീരിയോറിറ്റി ആവാം. അപ്പോൾ ഞാനാണെങ്കിലും അതേ ചെയ്യത്തുള്ളൂ എന്ന് തോന്നുന്നൊരു സീൻ വരും. ഓർ മോറൽ കോൺഫ്ലിക്റ്റ്, മോറലി അയാൾ ചെയ്യുന്നത് ശരിയാണ്, അപ്പോൾ അയാളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും കൊന്നതിന് പ്രതികാരമായിട്ടൊരാളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഓക്കെയാണെന്ന് തോന്നും. ഓക്കെ അയാൾക്ക് അയാളുടേതായിട്ടുള്ള റീസൺ ഉണ്ട്, മോറലി അത് ഓക്കെയാണ് എന്ന് തോന്നുന്നത്. ദെൻ വി ഹാവ് സിംബോളിക് ഇൻ്റർപ്രിട്ടേഷൻസ്. ഇനി 3 മറ്റ് ഓതേഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഓഡൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക്സ് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ടു ദ ഹോളി ഗ്രെയിൽ ക്വസ്റ്റ് റെസ്റ്റോറിങ് മോറൽ ഓർഡർ. സോ എന്തുകൊണ്ടാണ് നമുക്ക് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോളി ഗ്രെയിലിൻ്റെ ക്വസ്റ്റ്. ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ മിത്തോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഗ്രെയിൽ എന്ന് പറയുന്നൊരു പാത്രമുണ്ട്, ആ പാത്രം കണ്ടുപിടിക്കാനായിട്ട് ജീസസ് യൂസ് ചെയ്തൊരു പാത്രമാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റി ലോ തിരികെ കൊണ്ടുവരാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. സോ അതുപോലെയാണ് ഈ ഒരു കേസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നൊരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എല്ലാം ഓക്കെ ആവും.
ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എല്ലാവർക്കും ഇഷ്ടം എന്നാണ് ഓഡൻ പറയുന്നത്. ദെൻ റോയ് ഫുള്ളർ പറയുന്നത് കമ്പയർസ് ഇറ്റ് ടു ദി ഈഡിപ്പസ് സ്മിത്ത് റിസോൾവിങ് ഗിൽറ്റ് ത്രൂ ഡിസ്കവറി. സോ ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു ഗിൽറ്റ് എന്താണെന്ന് അറിയാണ്ടിരിക്കുവാണ് എന്ന് പറയുന്ന ഒരു സമാധാനമില്ലാത്ത അവസ്ഥ അത് അവസാനിപ്പിക്കാൻ പറ്റും. ഈഡിപ്പസ് സ്മിത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈഡിപ്പസ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അയാളുടെ പാരൻസ് അയാൾ ജനിക്കുന്ന സമയത്ത് തന്നെ നോക്കിയപ്പോഴത്തേക്കും ഒരു ഫോർഷാഡോയിങ് അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻസ് പറയുമല്ലോ, അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് ഈഡിപ്പസ് അച്ഛനെ കൊന്നിട്ട് അമ്മേനെ വിവാഹം ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു പ്രഡിക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് വീട്ടുകാരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ രാജാവാണ്, രാജാവ് പറയുന്ന കാര്യം ഈ കുഞ്ഞിനെ കൊന്നു കളയാനായിട്ട് ഗാർഡിൻ്റെ കൊടുക്കും. സോ ഗാർഡിന് കുഞ്ഞിനെ കണ്ടിട്ട് കൊല്ലാൻ തോന്നത്തില്ല. അങ്ങനെ പോയിട്ട് പിന്നീട് തിരികെ വന്ന് ഈഡിപ്പസ് ഈ പറഞ്ഞ പ്രഡിക്ഷൻസ് എല്ലാം അയാൾ അറിയാണ്ട് തന്നെ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് ഡിസ്കവറി ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സത്യം മനസ്സിലാക്കുന്ന സമയം, അതായത് അമ്മേനെയാണ് വിവാഹം ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് വരുന്ന ഗിൽറ്റും അതിലൂടെ പോകുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇതും അല്ലെങ്കിൽ അറിയാണ്ട് ഞാനാണല്ലോ ഇത് ചെയ്തു പോയത് എന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ അത് വരുന്നുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കുറച്ച് പ്രിയാമണിയുടെ ക്യാരക്ടർ അത് വരുന്നുണ്ട്. സോ ഇതാണ് ഈ രീതിയിലും കൂടി കഥ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അയ്യോ അത് അവരറിയാതെ ചെയ്തു പോയ കാര്യമല്ലേ, എന്നിട്ടും ഇങ്ങനെ വന്നല്ലോ എന്ന് തോന്നുന്നൊരു, നമുക്കൊരു പേടി തോന്നുന്നൊരു സാധനം അതിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. റൈക്രോഫ്റ്റ് സജസ്റ്റ് ലിറ്റററി ഫിക്ഷൻ ആക്ട്സ് ആസ് എ സൈക്കോളജിക്കൽ റിലീസ് പ്രൊജക്റ്റിംഗ് ഗിൽറ്റ് ഓൺ ടു ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്. സോ ഈ പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കോളജിക്കൽ റിലീസ് കിട്ടും. ഒരാൾ ചെയ്തൊരു കുറ്റം അല്ലെങ്കിൽ അയാൾക്ക് അതിന് കിട്ടിയ ശിക്ഷ അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം, നമ്മുടെ ഒരു ഗിൽറ്റ് വേറൊരു ഫിക്ഷണൽ ക്യാരക്ടറിൻ്റെ മേത്തത് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. ഇനി പറയുന്നൊരു തിയറിയാണ് സ്കേപ്പ് ഗോഡ് തിയറി. ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റീസ് പണിഷിംഗ് എ റോങ് ഡൂയർ റെസ്റ്റോർഡ് ഹാർമണി. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് എക്കോ ദിസ് റിച്വൽ ബൈ പണിഷിംഗ് ക്രിമിനൽസ് ആൻഡ് റെസ്റ്റോറിങ് ഓർഡർ. സോ തെറ്റ് ചെയ്യുന്ന ഒരാളെ ബലി കൊടുക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അയാളെ പണിഷ് ചെയ്ത് ഭൂലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥ പണ്ടത്തെ പ്രിമിറ്റീവ് സൊസൈറ്റികളിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ന്യൂവർ വേർഷനാണ് തെറ്റ് ചെയ്ത ആളെ നമ്മൾ പണിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓർഡറെല്ലാം റെസ്റ്റോർഡ് ആവും. സോ ഇപ്പോൾ ഏതൊരു ഡിറ്റക്റ്റീവ് പടം അല്ലെങ്കിൽ വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പിലോഗ് പോലെ ഒരു ടെയിലെൻഡ് വരുന്നൊരു സാധനമുണ്ട്. അയാൾ പോയതിന് ശേഷം ആ സമൂഹത്ത് ഫുൾ നന്മയാണ്. സോ ഇതാണ് ആ ഒരു തിയറിയിൽ വരുന്നത്. Social role and moral structure reflecting of society, detective fiction often upholds the values of its time, reinforces justice and law. സോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. പല വാല്യൂസ് കാണിക്കും, നിയമവും അതിന് വരുന്ന നിയമത്തിൽ വരുന്ന പല കാര്യങ്ങളും ജസ്റ്റിസും എല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ദെൻ ജസ്റ്റിസ് ആസ് സെൻട്രൽ തീം. While early stories occasionally admired criminal ingenuity, most detective fiction supports the idea of punishment and resolution. ചില വർക്കുകളിലൊക്കെ നമുക്ക് ഇയാളെ കണ്ടുപിടിച്ചിട്ട് വെറുതെ വിടുക അല്ലെങ്കിൽ അയാളെ കണ്ടുപിടിച്ച ഉടനെ അയാളെ കൊന്നു കളയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ഇപ്പോൾ പണിഷ്മെൻറ്റും അതിലൂടെ വരുന്ന റെസൊല്യൂഷനും ഒരു മെയിൻ ഐഡിയ ആയിട്ട് വരുന്നുണ്ട്. മോറൽ സാറ്റിസ്ഫാക്ഷൻ. റീഡേഴ്സ് ആർ റീഅഷ്വേർഡ് ബൈ ദ റെസ്റ്റോറേഷൻ ഓഫ് ഓർഡർ അറ്റ് ദി എൻഡ്. അവസാനം നമുക്കൊരു മോറൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡറിന് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. ഒരു ദുഷ്ടൻ എല്ലാ ദുഷ്ടത്തിനും ചെയ്തിട്ട് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ദെൻ ഗോൾഡൻ ഏജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ജോണർ. ഏതാണ് ഇതിൻ്റെ ഒരു ഗോൾഡൻ ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഗോൾഡൻ ഏജ് 1920s to 30s ആണ്. ഇൻട്രിക്കേറ്റ് പ്ലോട്ട്സ്, വളരെ പ്രശ്നമുള്ള ലൂപ്പായിട്ട് പോകുന്ന കണക്കിനുള്ള പ്ലോട്ടും പിന്നെ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ്സും പുതിയ രീതിയിൽ കേസ് കണ്ടുപിടിക്കാൻ നടക്കുന്ന ആൾക്കാർ, പിന്നെ കൺട്രി ഹൗസസ് ഓർ എമംഗ് അരിസ്റ്റോക്രാറ്റ്സ്, വളരെ പണക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഏറ്റവും വേണ്ട ചില സ്ഥലത്തൊക്കെ ആയിരിക്കും കേസസ് സംഭവിക്കുന്നത്. ദെൻ ടെക്നിക്സ് യൂസ്ഡ്. ഈ ഒരു 1920s 30s നമുക്ക് മൊബൈലിൻ്റെ ടവർ നോക്കുക, DNA ഫിംഗർ പ്രിൻറ്റിങ് നോക്കുക, ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ്, ടൈം ടേബിള്, സമ്മറീസ് ഓഫ് ക്ലൂസ്, ലോജിക്കൽ ഡിഡക്ഷൻ, ഇതൊക്കെ വെച്ചിട്ടാണ് കേസ് നോക്കി പോകുന്നത്. കീ ഓതേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗത ക്രിസ്റ്റി, നോൺ ഫോർ ദി മർഡർ ഓഫ് റോജർ അക്രോയ്ഡ്, വിച്ച് ഷോക്ക്ഡ് റീഡേഴ്സ് വിത്ത് ദ നരേറ്റർ ആസ് മർഡറർ ട്വിസ്റ്റ്. വർക്ക് എന്ന് പറയുന്ന ഈ ഒരു പറയുന്ന കാലഘട്ടത്തിൽ എഴുതിയതാണ് ദ മർഡർ ഓഫ് റോജർ അക്രോയ്ഡ്. ഇതിൻ്റെ അവസാനം ആൾക്കാരെല്ലാം ഷോക്കായി പോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നരേറ്റർ ആരാണോ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അയാളാണ് അവസാനം മർഡറായിട്ട് മാറുന്നത്. സോ ഇപ്പോൾ നമുക്ക് മുംബൈ പോലീസ് ആവട്ടെ
അല്ലെങ്കിൽ വേറൊരു ഡിറ്റക്റ്റീവ് ഫിക്ഷനിൽ പറയാൻ പറ്റുന്നതിന് സെവൻത് ഡേ എന്ന് പറയുന്നൊരു പൃഥ്വിരാജ് മൂവി. ഇതിലെല്ലാം അവസാനം ഈ കേസ് നോക്കി വരുന്ന ആളാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു മർഡർ ചെയ്തിട്ടുണ്ടാവുക. മറ്റൊരു മൂവിയിലെ ചിന്താമണി കൊലക്കേസ്, ഇതെല്ലാം നമ്മൾ ആരെയാണ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തത് അയാളാണ് അവസാനം ആ ഒരു മർഡറർ അല്ലെങ്കിൽ ഒരു ക്രിമിനലായിട്ട് മാറുന്നത്. ദെൻ ഡൊറോത്തി എൽ സായസ് ബ്ലെൻഡഡ് പേഴ്സണൽ ഡ്രാമ വിത്ത് ഡിറ്റക്റ്റീവ് എലമെൻറ്റ്സ്. വളരെ പേഴ്സണലായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് അതിനകത്ത് ഡിറ്റക്റ്റീവ് എലമെൻറ്റ്സ് കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ഡൊറോത്തി എൽ സേയാസ്. ദെൻ ട്രാൻസിഷൻ ഇൻ ഡിറ്റക്റ്റീവ് ടൈപ്സ് from eccentric geniuses like Holmes to Dupin to more methodical and relatable characters like Inspector French or Hercule Poirot. So Hercule Poirot എന്ന് പറയുന്നത് അഗത ക്രിസ്റ്റിയുടെ ഡിറ്റക്റ്റീവാണ്. സോ ഹോംസിനെ പോലെ അത്രയും ലൗഡായിട്ട് നിന്ന് കാര്യങ്ങൾ എല്ലാം സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് മെത്തഡിക്കലായിട്ട് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഭയങ്കര അതീവ ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷേ ചില ക്യാരക്ടേഴ്സ് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും, വന്ന് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് കുറച്ചും കൂടി ഒരു റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ട്രാൻസിഷനും വരുന്നുണ്ട്. ദെൻ നറേറ്റീവ് ഡിവൈസസ് ആൻഡ് ജാനർ ട്രൂപ്സ്. കോമൺ ട്രൂപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് പാസേജസ്, ഹിഡൻ വെപ്പൺസ്, മിസ്ലീഡിങ് ഫുഡ് പ്രിൻറ്റ്സ്, ഫോഗി സെറ്റിങ്സ്. സോ സീക്രട്ട് ആയിട്ടുള്ള പാസേജസ്, ഒരു മുറിയിൽ നിന്ന് തന്നെ ഇയാൾ എങ്ങനെ കടന്നിട്ടുണ്ടാവും, ഇതൊരു ലോക്ക്ഡ് റൂമാണല്ലോ, പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല എന്ന് പറയുന്നിടത്ത് നിന്നും ഒരു സീക്രട്ട് പാസേജ് ഉണ്ടായിരുന്നു, അതുവഴി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നൊരു രീതിയിൽ വരും. ഒളിപ്പിച്ച് വെച്ചേക്കുന്ന വെപ്പൺസ്. ഈ സിനിമയുടെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, സുരേഷ് ഗോപിയുള്ളൊരു മൂവിയാണ്. അയാളുടെ ഒരു വെപ്പണിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് കുത്തിക്കൊല്ലുന്നൊരു സിനിമ ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ്. പാപ്പൻ എന്നാണ് തോന്നുന്നത് സിനിമയുടെ പേര്. അതിനകത്തൊരു പ്രത്യേക ഒരു വെപ്പണുണ്ട്. സോ ഇങ്ങനെ വെപ്പൺസ് ഹൈഡ് ചെയ്ത് വെക്കുന്നതും ഒക്കെ. പിന്നെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമയുണ്ട്, അതിനകത്ത് വിഷം കൊടുക്കുന്നതും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. ദെൻ മിസ്ലീഡിങ് ഫുഡ് പ്രിൻറ്റ്സ്, അറിയാണ്ട് ആരുടെയെങ്കിലും ചെരുപ്പ് അവിടെ കിട്ടുന്നതിലൂടെയോ ഫുഡ് പ്രിൻറ്റ്സ് കിട്ടുന്നതിലൂടെയൊക്കെ കേസിനെ വഴി തെറ്റിച്ച് വിടുന്നത്. ദെൻ ഫോഗി സെറ്റിങ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അവിടെ നടന്നതെന്ന് നമുക്കറിയാത്തൊരവസ്ഥ, അതിനെയാണ് ഫോഗി സെറ്റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ട്വിസ്റ്റ് ഉണ്ട്. നരേറ്റർ as കില്ലേഴ്സ്, മാസ് മർഡറേഴ്സ്, ഫേക്ക് ഡെത്ത്സ്. നരേറ്റർ തന്നെയാണ് കില്ലറായിട്ട് വരുന്നത്. ആരാണോ വളരെ ഇന്നസെൻ്റ് ആയിട്ട് വന്നതെന്ന് കഥ പറയുന്നത് അയാൾ തന്നെയായിരിക്കും അവസാനം കൊലപാതകം ചെയ്യുന്നത്. ഇപ്പോൾ CBI സിനിമയിലാണെങ്കിലും ജഗദീഷ് വന്ന് ആരെങ്കിലും കേസ് അന്വേഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന വ്യക്തി അവസാനം അയാളാണ് കൊന്നിട്ടുണ്ടാവുക. സോ ഇതൊക്കെ ഭയങ്കര ട്വിസ്റ്റാണ്. പിന്നെ മാസ് മർഡറേഴ്സ്, ഒരാളായിരിക്കും കൊലപാതകം ചെയ്യുന്നത് എന്ന് കരുതിയിരിക്കുമ്പോൾ അവസാനം വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ട്വിസ്റ്റ് വരുന്നത്. പിന്നെ ഫേക്ക് ഡെത്ത്, ഒരാൾ മരിച്ചു എന്ന് കരുതിയിട്ട് ഈ കേസൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ അയാൾ മരിച്ചിട്ടുണ്ടാവില്ല. ദെൻ ഓവർ യൂസ് ഓഫ് ട്രൂപ്സ്, ചില കാര്യങ്ങൾ ഒരുപാട് ഓവർ യൂസ്ഡായിട്ട് ക്ലീഷയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഡിവൈസസ് ഹാവ് ബിക്കം ക്ലീഷേസ് ഓവർ ടൈം ബട്ട് സ്റ്റിൽ കോൺട്രിബ്യൂട്ട് ടു ദ ജോണേഴ്സ് ചാം. ഓവർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ക്ലീഷേ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചിലർ അത് നമുക്ക് ആ ഒരു ചാം വിട്ടു പോകാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലീഷേ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യുന്ന ആൾ കൊലപാതകിയായിരിക്കില്ല. അതിപ്പോൾ നമുക്ക് തന്നെ കണ്ടറിയാം. ഇയാൾ വെറുതെ സ്റ്റെയർ ചെയ്ത് ചിലർ ചെറഞ്ഞ് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കും. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം അയാളല്ല. പണ്ടാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് തോന്നി, ഇപ്പം നമുക്കറിയാം അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ അവിടെ വെറുതെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അയാളെ വെറുതെ പോലീസ് പിടിക്കുന്നതാണ്, അങ്ങനെ തോന്നുന്നൊരു കാര്യം. പിന്നെ അറസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുമ്പോഴത്തേക്കും ഒരു കൊലപാതകം പുറത്ത് നടന്നിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലീഷേസ് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. Then embracing the improbability as a strength. According to Gideon Phil from John Dickson Carr, the unlikely or far-fetched is not a flaw but a central feature of the genre. സോ ഈ ഗിഡിയൻ ഫെൽ എന്ന് പറയുന്ന ആൾ വളരെ ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നടക്കാൻ ഒരു രീതിയിലും ഇത് നടക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യം അതൊരു ഫ്ലോ അല്ല, അതൊരു തെറ്റല്ല. ചില സമയത്ത് അതായിരിക്കും കഥയുടെ സെൻട്രൽ ഫീച്ചറിൽ വരുന്നതെന്ന് പറയും. ഇപ്പോൾ ഫോറൻസിക് എന്ന് പറയുന്ന മൂവി എടുക്കുവാണെങ്കിൽ ആ സിനിമ തുടങ്ങി വരുന്ന സമയത്ത് ഒരു വളരെ ചെറിയൊരു പയ്യൻ കൊലപാതകം ചെയ്യുന്നതായിട്ട് കാണിക്കും. അപ്പം നമുക്കത് വളരെ അൺലൈക്ലി ആണ്, അല്ലെങ്കിൽ ഫാർ ഫെച്ച്ഡ് ആണ്, ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് ഒരു കൊലപാതകം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അൺലൈക്ലി തോട്ട് നമുക്ക് വരും. പക്ഷേ അത് പിന്നീട് അതിൻ്റെ ഫീച്ചറായിട്ട് മാറുന്നുണ്ട്. സോ അങ്ങനെയും സംഭവിക്കാം. ഒട്ടും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിലോടുകൂടി
ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇമാജിനേറ്റീവ് പ്ലഷർ, റീഡേഴ്സ് എൻജോയ് സീയിങ് ഇംപ്രോബബിൾ സിറ്റുവേഷൻസ് മെയ്ഡ് പ്ലോസിബിൾ ത്രൂ ക്ലെവർ റീസണിങ്. സോ ഇതിൽ എഗെയിൻ ഇതിനുമായിട്ട് ചേർന്ന് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അത് വളരെ വലുതായിരിക്കും. Then Chandler's view, the solution must feel inevitable even if it was surprising. സോ ഷാൻഡ്ലർ എന്ന് പറയുന്ന മറ്റൊരാൾ പറയുന്നത് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിൾ ആയിട്ട് തോന്നണം. സർപ്രൈസ് തരുന്ന ഒന്നാണെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇന്നെവിറ്റബിൾ ആയിരുന്നു, ഇത് ഇങ്ങനെ ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ലെവലിനായിരിക്കണം അത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇനി അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയാം എന്തുകൊണ്ടാണ് ഇതിനകത്ത് വരുന്നത് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടി അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഒരു മൾട്ടി ഫേസറ്റഡ് അപ്പീലുണ്ട്, ഇൻ്റലക്ച്വലി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റെസണൻസ് ഉണ്ട്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തന്നെ ചില സമയത്ത് എടുത്ത് കൊണ്ടുവരും. ഇപ്പോൾ ഡോക്യുമെൻ്ററിയിൽ നോക്കുവാണെങ്കിൽ ഇടയ്ക്ക് കറി ആൻഡ് ദ സൈനൈഡ് എന്ന് പറഞ്ഞിട്ട് ജോളി കേസ് കാണിച്ചു. അപ്പോൾ നടന്ന ഒരു കാര്യത്തിൻ്റെ തന്നെ നമ്മൾ വീണ്ടും കാണുമ്പോഴേക്കും ആ ഒരു സസ്പെൻസ് നിലനിർത്തി തന്നെ കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. മോറൽ ക്ലോഷർ ഉണ്ട്, ടൈംലെസ് ഫ്രെയിം വർക്ക് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ വരുന്നത്. സോ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. ഇതാണല്ലോ ഇതിനകത്ത് പറയുന്നതെന്ന് നോക്കി പോകാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്ന ജോണർ എങ്ങനെയാണ്, ആൾക്കാരതെങ്ങനെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുന്നത്, ഗോൾഡൻ ഏജ് എപ്പോഴായിരുന്നു എന്ന് ചോദിക്കാം. പിന്നെ എടുത്ത് പറയുന്ന 1-2 ആൾക്കാരുടെ പേരുണ്ടല്ലോ, അഗത ക്രിസ്റ്റീൻ്റെ പേര്, സയാസിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.